ഞാൻ ഈ ദിവസങ്ങളെല്ലാം സ്വർഗരാജ്യം ദൈവരാജ്യം എന്ന വിഷയത്തിലാണല്ലോ ഓരോരോ ഉപമകളിലൂടെ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൽ പ്രിയരെ, 18-ാമത്തെ അധ്യായം മത്തായി സുവിശേഷത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ വളരെ പ്രസിദ്ധമായ മറ്റൊരു ഉപമയിലേക്ക് നമ്മളത് വരികയാണ്. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണപ്പ് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. 24-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു. ദയവായി ശ്രദ്ധിക്കുക. മത്തായി, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കുവാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. 10,000 താലന്ത് എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യ തന്നെയാണ്. താലന്തുകളുടെ ക്രമം നമ്മുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് അറിയത്തില്ല. എന്നാൽ ഒരു വലിയ വാല്യൂ ഉള്ള പണം തന്നെയാണ് 10,000 താലന്ത്. ഇവിടെ ഇതാ ഒരു ദാസൻ 10,000 താലന്ത് തൻ്റെ യജമാനന്റെ അടുക്കൽ നിന്ന് കടം വാങ്ങിയെന്നാണ് കർത്താവ് പറയുന്ന ഉപമയ്ക്കകത്തോടെ വിശദീകരിക്കുന്നത്. ഈ വാങ്ങിയ ആൾക്ക് ഒരു തരത്തിലും യജമാനന് ഇത് കൊടുക്കുവാൻ നിർവാഹമില്ലാതിരിക്കെ നീ എൻ്റെ കണക്ക് അതിവേഗം തീർക്കണമെന്ന അറിയിപ്പ് യജമാനന്റെ ഭാഗത്തുണ്ടായി. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കും എനിക്കും അറിയാം എന്ത് ചെയ്യും ഇങ്ങനെ ഒരു കെണിയിൽ പെട്ട് കഴിഞ്ഞാൽ. കൊടുക്കാൻ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ കരയാനേ നിവൃത്തിയുള്ളൂ. അത് ഈ മനുഷ്യൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു, യജമാനന്റെ കാൽക്കൽ വീണു. അയ്യോ യജമാനനെ, എനിക്കത് തന്നു തീർക്കാൻ വകയില്ല എന്ന് പറഞ്ഞു. ആ വാക്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് വന്നോ പെട്ടെന്ന്. അതുകൊണ്ട് ആ ദാസൻ വീണവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. 10,000 താലന്ത് കടപ്പെട്ടവന് 10,000 താലന്ത് ഇളച്ചു കൊടുത്തു. കാരണം ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ യജമാനന്റെ മുമ്പിൽ നിലവിളിച്ചു പറഞ്ഞു, യജമാനനെ, എൻ്റെ അവസ്ഥയൊന്ന് കാണണേ, എനിക്ക് വീട്ടാൻ നിവൃത്തിയില്ല. അപ്പൊ ഇദ്ദേഹം എത്ര താലന്തായിരുന്നു കടപ്പെട്ടിരുന്നത്? ഉറക്കെ പറയുക. 10,000 താലന്തായിരുന്നു കടപ്പെട്ടിരുന്നത്. അങ്ങനെ ഈ ഇദ്ദേഹത്തിന് വലിയ ക്ഷമ ലഭിച്ചതിൻ്റെ ആഘോഷം ഒന്ന് നോക്കണമേ. ഏതായിരുന്നു ഇതിൻ്റെ അവസ്ഥ? 25-ാമത്തെ വാക്യം, അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതെല്ലാം വിറ്റ് കടം തീർക്കാൻ കൽപ്പിച്ചു. അപ്പം എന്തൊക്കെ നഷ്ടപ്പെടേണ്ടതായിരുന്നു? ഭാര്യ നഷ്ടപ്പെടേണ്ടതായിരുന്നു, പിന്നെ മക്കൾ നഷ്ടപ്പെടേണ്ടതായിരുന്നു, അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കേണ്ടതായിരുന്നു. അപ്പം ഭാര്യ നഷ്ടപ്പെടാതെ, മകൻ്റെ നഷ്ടപ്പെടാതെ, അവനുള്ളതൊന്നും നഷ്ടപ്പെടാതെ ഒരു ലാഭം ഇപ്പം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ്. ഒരൊറ്റ കരച്ചിലിന് മുമ്പിൽ, ഒരൊറ്റ നിലവിളിക്ക് മുമ്പിൽ 10,000 താലന്ത് കലപ്പെട്ട ഈ മനുഷ്യന് വലിയ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, വലിയ ദൈവത്തിൻ്റെ ദാക്ഷിണ്യം ലഭിച്ചു, വലിയ ദൈവത്തിൻ്റെ പുകഴ്ച ലഭിച്ചു, വലിയ ദൈവത്തിൻ്റെ മാന്യത ലഭിച്ചു. 10,000 താലന്ത് തന്നെ ഇളച്ചു കൊടുത്തു എന്നാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ അപ്പോൾ ആ ദാസന്റെ യജമാനന് 27-ാമത്തെ വാക്യം, അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞു, അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നിങ്ങൾക്കും എനിക്കും യേശുക്രിസ്തുവിൽ കിട്ടിയ പാപമോചനമാണ്. എനിക്കും നിങ്ങൾക്കും യേശുക്രിസ്തുവിൽ കിട്ടിയ ക്ഷമയാണ്. ഞാനും നിങ്ങളും ദൈവത്തോട് കടപ്പെട്ടവരായിരുന്നു. ദൈവം യേശുവേ എന്ന് വിളിച്ചപ്പം അവിടുത്തെ പുത്രൻ മുഖാന്തരം നമ്മോട് ഇളച്ചു തന്നു. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ്, നമ്മോട് ഇളച്ചു തന്നു. ഹല്ലേലൂയ. നമുക്ക് ഇളച്ചു തന്നു. നമുക്ക് നഷ്ടപ്പെടേണ്ടതായിരുന്നു, പക്ഷെ നമുക്ക് നഷ്ടപ്പെടാൻ അവസരം ഉണ്ടായില്ല. നേടാൻ കർത്താവ് കൃപ ചെയ്തു. 10,000 താലന്ത് നഷ്ടപ്പെട്ടപ്പോൾ, 10,000 താലന്ത് കടപ്പെട്ടപ്പം ഭാര്യ നഷ്ടപ്പെടേണ്ടതായിരുന്നു, മക്കൾ നഷ്ടപ്പെടേണ്ടതായിരുന്നു, തനിക്കുള്ളതൊക്കെ നഷ്ടപ്പെടേണ്ടതായിരുന്നു ഈ ഒറ്റ കാരണത്താൽ. പക്ഷെ നഷ്ടപ്പെടാതെ ദൈവത്തിന് നമ്മോട് കൃപ തോന്നി. ആ മഹാകൃപയിൽ ദൈവം നമുക്ക് ഇളച്ചു തന്നു. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഇനിയാണ് ഈ ക്ഷമ നിങ്ങൾക്കും എനിക്കും എല്ലാം യേശുക്രിസ്തുവിൽ ലഭിച്ചതാണ്. യേശുവേ എന്ന് വിളിച്ചപ്പം അകത്യമങ്ങളും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും മായ്ച്ചു. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചു. എന്തെല്ലാം ദൈവത്തിന് വിരോധമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നോ അത് മുഴുവൻ യേശുവേ എന്ന് വിളിച്ച് ഒരൊറ്റ നിമിഷം നമ്മോട് ക്ഷമിച്ചു, നമ്മോട് പുറത്തു. ദൈവം കണക്കിടുന്നില്ല, കർത്താവ് വിട്ടുകളഞ്ഞു.
ഞാൻ ഒന്നോട് പറയാം, ദൈവം കണക്കിടുന്നില്ല, ദൈവം വിട്ടുകളഞ്ഞു. ദൈവം ശപഥം ചെയ്തു, ഞാൻ ഇവരുടെ അകൃത്യങ്ങളും പാപങ്ങളും ഇനിമേൽ ഓർക്കുകയില്ല. ഞാൻ ഇവരുടെ അകൃത്യങ്ങളും പാപങ്ങളും ഇനിമേൽ ഓർക്കുകയില്ല. ഇത് ക്ഷമ ലഭിച്ചു, ക്ഷമ കിട്ടി. ദൈവം നമ്മോട് ക്ഷമിച്ചു. കരമുയർത്തി എന്ന് പറഞ്ഞേ, ദൈവം എന്നോട് ക്ഷമിച്ചു. ഹല്ലേലൂയ. എൻ്റെ തെറ്റുകളെ ദൈവം എന്നോട് ക്ഷമിച്ചു, എൻ്റെ പാപങ്ങളെ ദൈവം എന്നോട് ക്ഷമിച്ചു, എൻ്റെ അകൃത്യങ്ങളെ ദൈവം എന്നോട് ക്ഷമിച്ചു. എനിക്ക് ദയ ലഭിച്ചു, എനിക്ക് കൃപ ലഭിച്ചു. എൻ്റെ പാപത്തിന്റെ ശിക്ഷ ഞാൻ വഹിക്കേണ്ടി വന്നില്ല. എന്നോട് ദൈവം ക്ഷമിച്ചു. ഹല്ലേലൂയ. ഇതാണ് ഈ ഉപമയുടെ ആദ്യ ഭാഗം. 10,000 താലന്ത് ലഭിച്ച ഈ മനുഷ്യനോട് ദൈവം ക്ഷമിച്ചു. എന്നാൽ ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് വരാം. അപ്പോഴാ ദാസൻ മനസ്സലിഞ്ഞു. അങ്ങനെ വലിയ ക്ഷമയും മനുഷ്യന് കിട്ടി. 28 മുതലുള്ള വാക്യങ്ങൾ, മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ. ആ ദാസൻ കടന്നു പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് ഇനി ശ്രദ്ധിക്കേണ്ടത്, ആ ദാസൻ കടന്നു പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരുവനെ കണ്ടു, ഒരു കൂട്ടുദാസനെ കണ്ടു. തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി. അവിടെ നല്ല രസകരമായിട്ട് കർത്താവ് തന്നെ അതിനെ വിശദീകരിക്കുന്നത്. 10,000 താലന്ത് ഇളച്ചു കിട്ടിയിട്ട് ദിവസങ്ങൾ പോലും കഴിഞ്ഞില്ല, മണിക്കൂറുകൾ പോലും കഴിഞ്ഞില്ല. തൻ്റെ തൊണ്ടയ്ക്ക് പിടിവീഴേണ്ട സ്ഥലത്തു നിന്ന് വലിയ ക്ഷമ കിട്ടി 10,000 താലന്ത് ഇളച്ചു കിട്ടിയ മഹാസന്തോഷത്തില് അവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ച മകൻ. ഓ, ആ രംഗം നിങ്ങളൊന്ന് കാണണേ. അയാൾ വീട്ടിൽ പോലും എത്തിയില്ല. 10,000 താലന്ത് ഇളച്ചു കിട്ടിയതിൻ്റെ മഹാസന്തോഷത്തില് തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും തൻ്റെ വസ്തുവകകളും നഷ്ടപ്പെടേണ്ടിടത്ത് നേടിയതിൻ്റെ ആഘോഷത്തിൽ നടന്നു പോകുമ്പോഴാണ് തൻ്റെ കയ്യിൽ നിന്ന് 100 താലന്ത് വാങ്ങിയ ഒരുവനെ കണ്ടു. 100 വെള്ളിക്കാശ് വാങ്ങിയ ഒരുവനെ കണ്ടു. കർത്താവ് അത് രണ്ട് രീതിയിലാണ് വിശദീകരിക്കുന്നത്. 10,000 താലന്ത് ഒരു വലിയ സംഖ്യയായിട്ടും 100 വെള്ളിക്കാശ് ഏറ്റവും ചെറിയ സംഖ്യയായിട്ടും ആണ് കർത്താവ് അവിടെ വിശദീകരിക്കുന്നത്. എന്നിട്ടാണ് കർത്താവ് അതിനെ താഴേക്ക് കൊണ്ടുവരുന്നത്. 10,000 താലന്ത് 100 താലന്ത് ലഭിച്ചവനെ കണ്ടിട്ട് എന്ത് ചെയ്തു? 28-ാമത്തെ വാക്യം. എൻ്റെ കൂടെ വരുന്നവര് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 18-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാണ് കേട്ടോ. വായിച്ചു. ദാസൻ പോകുമ്പോൾ 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു. തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി നിന്റെ കടം തീർക്കടാ എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നണേ. ഇവൻ 1 മണിക്കൂർ മുമ്പ് നിലവിളിച്ചതുപോലെ അവനിപ്പം നിലവിളിച്ചിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ, ഞാൻ തന്നു തീർത്തോളാം എന്ന് അവനോട് അപേക്ഷിച്ചു. ഇവൻ പറഞ്ഞ അതേ വാക്ക് അവൻ ഇവനോട് പറഞ്ഞു. ഇവൻ 1 മണിക്കൂർ മുമ്പ് പറഞ്ഞ വാക്കാ, എന്നോട് ക്ഷമിക്കണമേ. ഇവനോട് ഇപ്പോൾ അതേ വാക്ക് പറയുക, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു തീർത്തോളാം എന്ന് പറഞ്ഞു. അടുത്തത്, എന്നാൽ അവന് മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കി വെച്ചു. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ഇങ്ങോട്ട് നോക്കിയേ. 10,000 താലന്ത് ഇളച്ചു കിട്ടി, പക്ഷെ 100 വെള്ളിക്കാശ് ഇളച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഒന്ന് ശ്രദ്ധിച്ച്. 10,000 താലന്ത് ഇളച്ചു കിട്ടി, പക്ഷെ 100 വെള്ളിക്കാശ് ഇളച്ചു കൊടുക്കാൻ വയ്യാത്ത അവസ്ഥ. ഇത് നിങ്ങളുടെ എൻ്റെയും ചിത്രമാണ് പ്രിയരെ. എനിക്കും നിങ്ങൾക്കും ക്ഷമ കിട്ടി. എന്നോടും നിങ്ങളോടും ദൈവം മനഃപൂർവ്വമായിട്ട് ക്ഷമിച്ചു. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെയും അതിക്രമങ്ങളെയും ദൈവം ഓർക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ സഹജീവികളോട് അതേ കാര്യത്തിൽ ക്ഷമിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. ഇവിടെയാണ് യഥാർത്ഥ ക്രൈസ്തവ ധാർമ്മികത, ക്രിസ്ത്യൻ എത്തിക്സ് പുറത്തു വരേണ്ടത്. ഹല്ലേലൂയ. ഈ ഉപമയ്ക്കകത്തൂടെ കർത്താവ് വിളിച്ചു കാണിക്കുന്ന ഒരു യഥാർത്ഥ ചിത്രമുണ്ട്. ആരോടാ ഇത് സംസാരിക്കുന്നതെന്നറിയാമോ? പരീശന്മാരാണ് ഇവിടുത്തെ കേൾവിക്കാര്. പരീശന്മാരുടെ പ്രശ്നം എന്നാണെന്നറിയോ? പരീശന്മാർ യേശുവിനെ അങ്ങ് അസ്വസ്ഥപ്പെടുത്തുകയാണ്. വേറൊന്നും കൊണ്ടുമല്ല സിബിയെ. പരീശന്മാർ യേശുവിനെ അസ്വസ്ഥപ്പെടുത്തുന്നതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, കർത്താവ് പാപികളുടെ കൂട്ടത്തിൽ ഭക്ഷിക്കാൻ പോയി. അതാണ് വിഷയം. കർത്താവ് പാപികളുടെ കൂട്ടത്തിൽ ഭക്ഷിക്കാൻ പോയി. അപ്പൊ ഇപ്പോ പരീശന്മാര് പറയുന്നത്, ഞങ്ങളൊക്കെ നീതിമാന്മാര്, അവരൊക്കെ പാപികള്. സത്യത്തിൽ ഈ പരീശന്മാര് ഒന്ന് ഓർക്കണം, ദൈവം ഇവരോടും ക്ഷമിച്ചതാണ്, ആ പാപിയോടും ക്ഷമിച്ചതാണ്. എത്ര പേർക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നേ?
ഹല്ലേലൂയ. നിങ്ങളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറ്റിയെങ്കിൽ ആ ക്ഷമ ലഭിച്ച നിങ്ങൾ ഓർക്കണമേ, ആ വേറൊരു വ്യക്തിക്കും അതേ ക്ഷമയും ദയയും കരുണയും കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. ഇവിടെയാണ് ആ യഥാർത്ഥ ക്രൈസ്തവ ധാർമ്മികത തന്നെ പുറത്തു വരേണ്ടിയത്. ഹല്ലേലൂയ. ശത്രുക്കളെ സ്നേഹിപ്പീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന യേശുനാഥന്റെ തിരുവായ്മൊഴി എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. എനിക്കും നിങ്ങൾക്കും 10,000-ഓ അതിലധികമോ ദൈവം വിളച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നവരോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ കർത്താവായ യേശു നമ്മെ പഠിപ്പിച്ച നമ്മുടെ കർത്തൃപ്രാർത്ഥനയുടെ ആ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്ന ഏവനോടും ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ആദ്യമേ പറയേണ്ടത് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. അപ്പോൾ ഒന്നാം ഭാഗം ദൈവം നമ്മോട് ക്ഷമിക്കുകയല്ല, ഒന്നാം ഭാഗം നാം കടപ്പെട്ടിരിക്കുന്നവരോട് അല്ലെങ്കിൽ നമ്മോട് കടപ്പെട്ടിരിക്കുന്നവരോട് നാം ക്ഷമിക്കുന്നതാണ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്തു പറഞ്ഞ്, ഇളച്ചു കിട്ടിയവർ ഇളച്ചു കൊടുക്കാൻ മറക്കരുത്. ഹല്ലേലൂയ. ഇളച്ചു കിട്ടിയവർ ഇളച്ചു കൊടുക്കാൻ മറക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇളച്ചു കിട്ടി, നിങ്ങൾ ഇളച്ചു കൊടുക്കാൻ മറക്കരുത്. ഹല്ലേലൂയ. നിങ്ങളെ വെറുതെ വിട്ടു, നിങ്ങളുടെ അടുത്ത് വരുന്നവരെ വെറുതെ വിടാൻ മറക്കരുത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു ഞാൻ പറയുന്ന ചിന്ത? നിങ്ങളെ വെറുതെ വിട്ടു, നിങ്ങൾക്ക് പാപക്ഷമ ലഭിച്ചു, നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടി, നിങ്ങളോട് ദൈവം കൃപ കാണിച്ചു, ദൈവത്തിന്റെ മനസ്സലിവ് നിങ്ങളോട് കാണിച്ചു, നിങ്ങൾ മനസ്സലിവ് കാണിക്കാൻ മറക്കരുത്. ദൈവത്തിന് നിങ്ങളോട് കൃപ തോന്നി, നിങ്ങൾ കൃപ കാണിക്കാൻ മറക്കരുത്. ഇവിടെ ചിത്രം അതാണ്. എന്താ സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. 100 താലന്ത് ലഭിച്ചവനെ, 100 വെള്ളിക്കാശ് വാങ്ങിയവനെ തൊണ്ടയ്ക്ക് പിടിച്ചു. കർത്താവ് അത് അവതരിപ്പിക്കുന്ന ആ ശൈലി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് നോക്കണേ ആ ശൈലി എന്ന് കർത്താവ് വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കണേ. തൊണ്ടയ്ക്ക് പിടിച്ചവനെ ഞെക്കി, എന്നിട്ട് പറയുകയാണ്, നീ ഇത് തരുവോളം നീ ഇനി എവിടെയും പോകണ്ട, അവനെ പിടിച്ച് തടവിലാക്കി. ആ വാക്യം ഒന്ന് വായിക്കണമേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിന്റെ 18-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. ആ ദാസൻ പോകും, കടപ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക. 10,000 താലന്ത് കടപ്പെട്ട യജമാനൻ എത്ര പ്രാവശ്യം തൊണ്ടയ്ക്ക് പിടിക്കണമായിരുന്നു? ഹല്ലേലൂയ. ഇവിടെ 10,000 താലന്ത് കടപ്പെട്ട യജമാനൻ വേറെ ആരുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രതിനിധിയാണ്. ഹല്ലേലൂയ. ഇവിടെ 100 വെള്ളിക്കാശ് മേടിച്ചവനെ തൊണ്ടയ്ക്ക് പിടിക്കുന്നത് വേറെ ആരുമല്ല, നിങ്ങളും ഞാനുമാണ്. എൻ്റെ നിങ്ങളുടെ സ്വഭാവമാണത്. നമുക്ക് കിട്ടിയ ക്ഷമയെല്ലാം ഒരു നിമിഷം കൊണ്ട് നമ്മൾ മറന്നു പോകും. നമുക്ക് കിട്ടിയ ദയയെല്ലാം ഒരു നിമിഷം കൊണ്ട് നമ്മൾ മറന്നു പോകും. ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പം എല്ലാവരും ക്ഷമിച്ചാലും നമ്മൾ വിഷമിക്കത്തില്ല. മറന്നാലും നമ്മൾ പറയും, എന്നാലും നീ എന്നോടത് ചെയ്തില്ലേടാ, നീ എന്നാലും എന്നോടത് പറഞ്ഞില്ലേടാ, നീ എന്നോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. ദൈവം അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ എത്ര പേര് ഇവിടെ ഇരിക്കുമായിരുന്നു? നീ എന്നോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് ദൈവം കൂടെ പറഞ്ഞ് വാക്കുകൊണ്ട് നിങ്ങളെ മുറിപ്പെടുത്തുമായിരുന്നെങ്കിൽ ഈ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നോ? എന്നാൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ അകൃത്യങ്ങളെ ഈ സ്നേഹവാനായ ദൈവം ഓർത്തിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും നിങ്ങളുടെ പാപങ്ങളെ ഈ സ്നേഹവാനായ ദൈവം ഓർത്തിട്ടുണ്ടോ? ഈ കർത്താവിനെ സേവിപ്പാൻ നിങ്ങളെ എന്നെയും പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ദൈവമേ, എനിക്ക് കിട്ടിയ ദയ എത്ര വലുതാണ്, എന്നോട് കാണിച്ച കൃപ എത്ര വലുതാണ്. ആ കൃപയുടെ ആഴമാണ് നിങ്ങളെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരോട് പൊറുക്കുവാനും ഇളച്ചു കൊടുക്കുവാനും പ്രേരിപ്പിക്കുന്ന ഘടകം. എന്ത് സംഭവിച്ചു? 100 വെള്ളിക്കാശ് വാങ്ങിയവന്റെ തൊണ്ടയ്ക്ക് പിടിച്ചു, അവനെ പിടിച്ച് തടവിലാക്കി. വായിച്ചോ വാക്ക് 28. അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. വെള്ളിക്കാശ് കടപ്പെട്ട ഒരുവനെ കണ്ടു. വായിച്ചോ വാക്ക്, അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, എൻ്റെ കടം തന്ന് തീർക്കാ എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുകാരന്മാർ അത് എന്നോട്, അവൻ്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നണേ. എന്നോട് 29-ാമത്തെ വാക്യമാണ് 29. എന്നോട് ക്ഷമ തോന്നണേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. ഇവൻ 1 മണിക്കൂർ മുമ്പ് അപേക്ഷിച്ച പോലെ ഇവന്റെ അടുക്കൽ ഇപ്പോൾ ഒരാൾ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ തന്നു തീർത്തോളാം, എന്നോട് ദയ തോന്നണമേ എന്നൊരാൾ അപേക്ഷിക്കുകയാണ്. എന്നാൽ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കി വെച്ചു. ഇവൻ തടവിൽ കിടക്കേണ്ടവനായിരുന്നു, ഇവനിപ്പോ വീട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവന്റെ ഭാര്യ വിൽപ്പന ചരക്കായി മാറേണ്ടതായിരുന്നു, പക്ഷെ ഇവന്റെ ഭാര്യ ഇവന്റെ കൂടെ സന്തോഷിക്കുകയാണ്.
ഹല്ലേലൂയ. ഇവിടെ ഇതാ ഈ ഇളച്ചു കിട്ടിയത് മറന്നിട്ട് ആ മനുഷ്യൻ അവനെ തടവിലാക്കി വെച്ചു. ഈ സംഭവിച്ചത് കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ഇനിയാണ് ഏറ്റവും അപകടകരമായ കാര്യം. 31-ാമത്തെ വാക്യം. ഈ സംഭവിച്ചത് കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. ഏതാ യജമാനൻ? ഓർമ്മയില്ലേ? 10,000 താലന്ത് ഇളച്ചു കൊടുത്ത യജമാനനോട് പറഞ്ഞു. ഇളപ്പൊക്കെ കിട്ടി ഇറങ്ങിയപ്പോൾ അവൻ കാണിച്ചവന്റെ പരിപാടി ഞങ്ങൾ കണ്ടതാന്ന് പറഞ്ഞ് അവനെ അറിയിച്ചു. ഉടനെ എന്ത് ചെയ്തു? യജമാനൻ അവനെ വിളിച്ചു. ദുഷ്ടദാസനെ, അങ്ങനെ ഒരു പദം വിട്ടുപോയി. അങ്ങനെ 33 മുതൽ ഒന്നുകൂടെ വായിക്കണം. 32 മുതൽ. യജമാനൻ അവനെ വിളിച്ചു. ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിച്ചപ്പോൾ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയ പോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ? കൂട്ടുദാസനോട് കരുണ. 10,000 ഇളച്ചു തരാൻ എനിക്ക് കരുണ തോന്നിയെങ്കിൽ 100 ഇളച്ചു തരാൻ നിനക്കെന്താ കരുണ തോന്നാത്ത? ഞാൻ ഇളച്ചു തന്നത് താലന്ത്, നീ ഇളച്ചു കൊടുക്കേണ്ടിയത് വെള്ളിക്കാശ്. താലന്ത് അങ്ങ് ഉയരത്തിലും വെള്ളിക്കാശ് അങ്ങ് താഴെയുമാണ്. വാണ്യം നടത്തുന്നവരുടെ ഇടയിൽ ഏറ്റവും വില കുറഞ്ഞുള്ളതാണ് വെള്ളിക്കാശ്. പൊന്നും വെള്ളിയും എനിക്കില്ല, പൊന്നാണയമാണ് കൂടിയത്, വെള്ളി നാണയം അതിലും താഴെയാണ്. നിങ്ങൾക്കറിയാം, അന്നും ഇന്നും എന്നും സിൽവറിനാണ് ഗോൾഡിനെക്കാട്ടിലും വിലക്കുറവ്, വാല്യൂ കുറവ്. അതിനാണ് താലന്ത് വലിയ വിലയുള്ളതാണ്. ഇവിടെ ഇതാ വലിയ വിലയുള്ളത് ഞാൻ നിനക്ക് ഇളച്ചു തന്നു. ദൈവം എപ്പോഴും പ്രതീക്ഷിക്കുന്ന അതാ, വലുതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. 10,000 ഇളച്ചു തന്നവൻ 100 വെള്ളിക്കാശ്, 10,000 താലന്ത് ഇളച്ചു കിട്ടിയവൻ 100 വെള്ളിക്കാശെങ്കിലും ഇളച്ചു കൊടുത്താൽ മതി എന്നാ കർത്താവിൻ്റെ പ്രതീക്ഷ. പക്ഷെ ഇവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ക്ഷമ കിട്ടിയവർ ക്ഷമ കൊടുക്കാൻ മറന്നുപോകും. ഇവിടെ ഇതാ സംഭവിച്ചെന്നാന്ന് നോക്കുക. എനിക്ക് നിന്നോട് കൃപ തോന്നിയതുപോലെ. 33-ാമത്തെ വാക്യം. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് യജമാനൻ കോപിച്ചു. 34. യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ ഗതി എനിക്ക് നിങ്ങൾക്കും വരരുത്. നോക്കിക്കോ 10,000 താലന്ത് ഇളച്ചു കിട്ടിയതായിരുന്നു. ഇപ്പൊ ഇതാ 100 വെള്ളിക്കാശിന്റെ കാര്യത്തിൽ ആ പാവപ്പെട്ടവനെ പീഡിപ്പിക്കാൻ പോയത് കൊണ്ട് ആ ക്ഷമ അങ്ങ് എടുത്തു മാറ്റി. വേറൊന്നും സംഭവിച്ചില്ല. 10,000 താലന്ത് ക്ഷമിച്ചു ഇളച്ചും കൊടുത്ത ദൈവം ആ ക്ഷമ അങ്ങ് എടുത്തു മാറ്റിയാൽ ഈ 10,000 താലന്ത് എന്ന വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ വീഴേണ്ട ആള് തന്നെയാണ് ഈ വ്യക്തി. അത് തന്നെ അവിടെ വായിച്ചത്. യജമാനൻ കോപിച്ചു, കടമെല്ലാം തന്നു തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട്. 35-ാം വാക്യം സന്ദേശം വേഗത്തിൽ വായിച്ചു. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന് 35-ാം വാക്യം ആരും വായിക്കാതെ വിടരുത്. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് അങ്ങനെ തന്നെ ചെയ്യും. ഇവിടെ ഈ വാക്യത്തിനകത്ത് ഒരു കണ്ടീഷണൽ ആണോ ദൈവത്തിന്റെ സ്നേഹം എന്ന് തോന്നും. ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കത്തില്ലേ? ഞാൻ പൊറുത്തില്ലെങ്കിൽ ദൈവം എന്നോട് പൊറുക്കത്തില്ലേ? ഒരു കണ്ടീഷണലായിട്ട് തോന്നും. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, അത് വേണ്ട രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. അവിടെ ഒരു കണ്ടീഷനുമില്ല. ദൈവം നമുക്ക് ക്ഷമിച്ചു തന്നത് ഒരു വ്യവസ്ഥയും വെച്ചിട്ടല്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതും കർത്താവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത് നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. കർത്താവേ, സന്തോഷത്തെ ഇന്ന് മടക്കി കൊടുക്കുമെന്ന് എന്നോട് വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പേര് സന്തോഷം എന്നാണ്. ഈ മകൻ ആദ്യമായിട്ട് ഇന്നിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുകയാണ്. കടാക്ഷിക്കണമേ, കരുണ തോന്നണമേ, അത്ഭുതം ചെയ്യണമേ, വിടുവിച്ചയക്കണമേ. ഇന്ന് ഈ നിമിഷം ഇവിടെ വെച്ച് ഈ കൈക്ക് ബലമുണ്ടാവട്ടെ, യേശുവേ, ഈ കൈക്ക് ബലമുണ്ടാവട്ടെ, ശക്തി ഇറങ്ങട്ടെ. ഇതെവിടെ വെച്ചാ സംഭവിക്കുന്നത്? മൂവാറ്റുപുഴ വെച്ച്. എങ്ങനെയാ ഇത്? വണ്ടി വന്നിടിച്ചതാണോ? ആക്സിഡന്റ് ആണ്? സ്കൂട്ടർ കട്ടർ ചാടിയ ഇയാൾ തെറിച്ചു പോയി. സ്കൂട്ടർ കട്ടറി ചാടി ഇയാൾ തെറിച്ചു പോയി. ഇവിടെ പോയി ഇടിക്കുന്നേ, ഇവിടെയാ പൊട്ടല്ല. അതിനുശേഷമാണ് കൈക്ക് തളർച്ച. യേശുവെ നമുക്കൊന്ന് വിളിക്കാം. കർത്താവിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല.
ഇല്ല ഇല്ല. ഇന്നൊന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ കൈ ഉയർത്തി ഇന്ന് കർത്താവിനെ സ്തുതിച്ചിട്ടേ പോകത്തുള്ളൂ. ഒന്ന് പറഞ്ഞു, മനസ്സോടൊന്ന് പറഞ്ഞു, എൻ്റെ യേശുവേ, ആ ദിവ്യ കാരുണ്യം ഈ ശരീരത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. ഇന്ന് ഇപ്പം ഇവിടെ വെച്ച് നിൻ്റെ മകൻ സൗഖ്യമാകണം. പുതിയ നട്ടലിനെ സൃഷ്ടിക്കണം, പുതിയ നട്ടലിനെ സൃഷ്ടിക്കണം. ഈ സന്തോഷമായിട്ടിരിക്കണം. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, അത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. ഈ മകനിൽ സംഭവിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ അടിച്ചുകൊണ്ടെന്ന് യേശുവിന് ആരാധന കൊടുത്തു. സന്തോഷേ, കർത്താവ് അത് ചെയ്തു കഴിഞ്ഞു. പെട്ടെന്ന് അഴിച്ചു മാറ്റിക്കുന്നതല്ലേ, പെട്ടെന്ന് അഴിച്ചു മാറ്റിക്കുന്നതല്ലേ, പെട്ടെന്ന് അഴിച്ചു മാറ്റിക്കുന്നതല്ല. ഫുൾ അഴിച്ചോ. കർത്താവ് പൂർണ്ണ വിടുതലാണ് നിനക്ക് തന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ഡെലിവറൻസ്. അത് അഴിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ആ സൗഖ്യത്തിൻ്റെ വലിപ്പം. ഭാര്യയ്ക്ക് ഭയങ്കര ഉറപ്പ്. ആ മകളും ഇപ്പോൾ തന്നെ സൗഖ്യമാവുക ഇവിടെ. ആ മകളും ഇപ്പോൾ തന്നെ സൗഖ്യമാവുക ഇവിടെ, യേശുവിൻ്റെ നാമത്തിൽ. ആ മകളും ഇപ്പോൾ തന്നെ സൗഖ്യമാവുക ഇവിടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സന്തോഷേ, ആ തളർന്ന കൈ ഉയർത്തിക്കോ. യേശുവിൻ്റെ നാമത്തിൽ ഉയർത്തിക്കോ. അതിലേക്ക് കർത്താവിൻ്റെ ബലവാ തന്നിരിക്കുന്നത്. അതിലേക്ക് യേശുവിൻ്റെ ബലവാ തന്നിരിക്കുന്നത്. കർത്താവേ, ആ ശാന്തിക്കായി സ്തോത്രം. യേശുവേ, ആ ബലത്തിനായി 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 സ്തോത്രം. ആ കൈ വിട്ടേ. യേശുവേ, ആ ബലത്തിനായി സ്തോത്രം. വിട്ടേ, ഈ കൈ വിട്ടേ. ബലം കൊടുത്തേ ഈ കൈക്ക്. യേശുവിൻ്റെ ബലം അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. കരമുയർത്തി യേശുവിന് ആരാധന കൊടുത്തു. പൂർണ്ണ ശക്തിക്കായി സ്തോത്രം, പൂർണ്ണ ബലത്തിനായി സ്തോത്രം. സന്തോഷം എന്നോട് പറയുക, എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്? എന്താ ഇവിടെ സംഭവിക്കുന്നത്? യേശുവിൻ്റെ ശക്തി വന്നിറങ്ങുന്ന അനുഭവപ്പെട്ടോ? സൗഖ്യമായത് മനസ്സിലായി? കൈക്കൊന്ന് ബലം കൊടുത്തു നോക്കിക്കേ. ആ കൈയില്ലാതെ കൈക്കൊന്ന് ബലം കൊടുത്തു നോക്കിക്കേ. ബലം കൊടുക്കുന്നുണ്ട്? ബലം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും കൊടുത്തോ. യേശുവാ പിടിച്ചിരിക്കുന്നത്, കർത്താവിൻ്റെ കരവാൻ പിടിച്ചിരിക്കുന്നത്. ഓ ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കണ്ട കാഴ്ച ഞാൻ പറയാം. ഈ ഒരു സ്പോട്ട് മുതൽ ഇങ്ങനെ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുക. അടുത്തൊരു 25 മിനിറ്റ്സ്, ഒരു 23-24 മിനിറ്റ് സ്തോത്രം ചെയ്തു, യേശുവേന്ന് വിളിച്ചു. ഇന്നിതാ കരം സ്വന്തമായിട്ട് ഉയർത്തി ഇങ്ങനെ ചേർത്തടിച്ച് സന്തോഷത്തോടെ, അല്ലാതെ സന്തോഷം ഇവിടുന്ന് പോകത്തില്ല. കാരണം യേശു എന്നോട് പറഞ്ഞ വാക്കാത്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ചിരട് ഉയർത്തി. ബലവാ തന്നിരിക്കുന്നത്, യേശുവിൻ്റെ ബലവാ തന്നിരിക്കുന്നത്. യേശു ഒന്നുകൂടെ താഴ്ത്തിയിട്ടോ. കർത്താവേ, ആ വലിയ കൃപയ്ക്കായിട്ട് നന്ദി. അടുത്ത 23 മിനിറ്റിനകത്ത് ഇത് പരിപൂർണ്ണ സൗഖ്യത്തോടെ നിന്റെ മകൻ തുള്ളിയും ചാടിയും കൊണ്ട് ഇവിടുന്ന് പോകുന്നത് ഞാൻ കാണുന്നു. ഞാൻ ഈ മകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോകാം. ഇങ്ങോട്ട് മാറി. ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മഹാരക്ഷയിൽ ഞങ്ങളെ ഉറപ്പിച്ചതിന് നന്ദി. നിത്യസമാധാനത്തെ തന്നതിന് നന്ദി. പരിശുദ്ധാത്മാവിനെ തന്നതിന് നന്ദി. രോഗസൗഖ്യത്തെ തന്നതിന് നന്ദി. അവിടുത്തെ പരിശുദ്ധ ആത്മാവിന്റെ അളവില്ലാത്ത ആനന്ദം കൊണ്ട് ഞങ്ങളുടെ വീടുകളെ നിറച്ചതിന് നന്ദി. യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com.